ഈ CS എന്ന് പറയുന്ന ഈ കമ്പനി സെക്രട്ടറി എന്നൊക്കെ പറയുന്ന ലോ ബേസ്ഡ് ആണ്. അപ്പം ഒത്തിരി തിയറി പഠിക്കാനായിട്ടുണ്ട്. അപ്പം ആ തിയറി പഠിക്കാനായിട്ട് ഭയങ്കര പാടാണോ, അല്ലെങ്കിൽ ഒരു 12th കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടിക്ക് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുമോ? എല്ലാവരുടെയും ഒരു ഫിയർ ആണ് ആക്ച്വലി. കാരണം ഒത്തിരി വായിക്കാനൊക്കെ കുറച്ച് പേർക്കൊക്കെ മടിയായിരിക്കും. അപ്പം അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ +2 കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കോഴ്സ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഡൗട്ടാണ് CS പഠിക്കാൻ ബുദ്ധിമുട്ടാണോ എന്നുള്ളത്. നമ്മളിപ്പോൾ ഇന്ത്യയിൽ പലതരം ലോ ഉണ്ട്. നിയമം അറിയില്ല എന്നുള്ളത് ഒരു എക്സ്ക്യൂസ് അല്ല. നമുക്കറിയാലോ, വണ്ടി ഓടിക്കുന്ന സമയത്ത് റോങ് സൈഡ് ഒരാൾ വരിക, അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ഏരിയയിൽ കൂടെ ഡ്രൈവ് ചെയ്ത് പോകണം, അതെനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതൊരു എക്സ്ക്യൂസ് അല്ല. അതുപോലെ തന്നെ കമ്പനിയിൽ ഒരു കമ്പനി ആകുമ്പോൾ അതിൻ്റെ കുറേ നിയമവശങ്ങൾ ഉണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് ഒന്നും അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് മിസ് ചെയ്ത് പോയത്, അതുകൊണ്ടാണ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്തത്, അതൊരു എക്സ്ക്യൂസ് അല്ല. കമ്പനി സെക്രട്ടറീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഏതൊരു സ്റ്റുഡൻസിനും ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നൊരു കോഴ്സാണ്. അതായത് അതിൻ്റെ എയിം അറ്റൈൻ ചെയ്യാൻ പറ്റുന്നൊരു കോഴ്സാണ്. ഈവൻ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, അതല്ല ഇപ്പം നമ്മൾ ആർട്സിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിലും അദ്ദേഹത്തിനും ഫോളോ ചെയ്യാൻ പറ്റും, ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഇതിൻ്റെ CSCT എഴുതി ആ സ്റ്റേജിൽ പോകണം എന്നുള്ളൂ. അപ്പോൾ ഏത് ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റുഡൻസിനും ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ്.